ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർപോളേഷൻ എന്താണെന്നും ലഗ്രാഞ്ച് ഇൻ്റർപോളേഷനും ന്യൂട്ടൺ ഫോർവേഡ് ഇൻ്റർപോളേഷനും നോക്കി. ഇന്ന് നമ്മൾക്ക് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ നിയർ ദി എൻഡ് ഓഫ് എ സെറ്റ് ഓഫ് ഈക്വലി സ്പേസ്ഡ് ഡാറ്റ പോയിൻറ്റ്സ്. അറിയുന്ന എക്സ് വൈ വാല്യൂസ് തന്നിട്ട് അറിയാത്ത ഒരു എക്സിൻ്റെ വൈ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇൻ്റർപോളേഷൻ ഉപയോഗിക്കുന്നത്. അറിയുന്ന വാല്യൂസ് തന്നിട്ട് അറിയാത്ത വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. കണ്ടെത്തേണ്ട എക്സ് വാല്യൂ ടേബിളിൻ്റെ അവസാന ഭാഗത്തോട് അടുത്താണെങ്കിൽ ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുക? എൻഡിലാവുമ്പോഴാണ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുക. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും അവസാന ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ഒരു ടേബിളിൽ എക്സ് വൈ അതിൻ്റെ വാല്യൂസ് എക്സിന് 1 3 5 വൈന് 18 24 28 ഇങ്ങനെ വാല്യൂസ് കൊടുത്തു. ഫസ്റ്റ് നോക്കേണ്ടത് ഇവിടുത്തെ ഡിഫറൻസ് ആണ്. ഇവിടെ 3ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2 ആണ്. 5ഉം 3ഉം ഡിഫറൻസ് എത്ര? 2 ആണ്. ഇവിടുത്തെ ഡിഫറൻസ് കോമൺ ആണ്, ഈക്വൽ ആണ്. അപ്പോഴാണ് നമ്മൾ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. സെയിം അല്ല, ഈക്വൽ അല്ലെങ്കിലാണ് നമ്മൾ ലഗ്രാഞ്ച് ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്യണത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് 4 ആണ്. എക്സ് 4 എവിടെയാണ് ഉണ്ടാവുക? ഇവിടെയാണല്ലേ ഉണ്ടാവുക, 3യുടെയും 5യുടെയും ഇടയിൽ. എൻഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോഴാണ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്, അതെവിടെയാണ്? ബിഗിനിങ്ങിലാണ്. അപ്പോൾ ഫോർവേഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നു. എൻഡിലാണെങ്കിലാണ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല നോക്കാം. y = yn പ്ലസ് v ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ഡെൽറ്റ yn മൈനസ് 1 പ്ലസ് v മൾട്ടിപ്ലൈഡ് ബൈ vn പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ഡെൽറ്റ സ്ക്വയർ yn മൈനസ് 2 പ്ലസ് v മൾട്ടിപ്ലൈഡ് vn പ്ലസ് 1 മൾട്ടിപ്ലൈഡ് vn പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ഡെൽറ്റ ക്യൂബ് yn മൈനസ് 3 അങ്ങനെ പോവും. ഇവിടെ വി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? v = x മൈനസ് xn ഡിവൈഡഡ് ബൈ h. ഇവിടെ എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെയാണ് എക്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എക്സ് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്താണ്? 4 ആണ്. ഈ എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൽ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ. നേരത്തെ ഏറ്റവും ലാസ്റ്റ് എന്താണ്? 5 ആണ്. 1 2 3 5 ഇതിൽ കണ്ടുപിടിക്കേണ്ടത് 4 ആണ്. അപ്പോൾ എക്സ് എന്താണ്? 4 ആണ്. ലാസ്റ്റത്തെ വാല്യൂ എന്താണ്? 5 ആണ്. എക്സ് എൻ എന്താണ്? 5 ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഫറൻസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ 1 3 5ൽ ഡിഫറൻസ് എന്താണ്? 3ഉം 1ഉം ഡിഫറൻസ് എന്താണ്? 2 ആണ്. 5ഉം 3യും ഡിഫറൻസ് എന്താണ്? 2 ആണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എത്ര? 2 ആണ്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എച്ച് എന്ന് പറയുക. അപ്പോൾ എച്ച് എന്താണ്? 2 ആണ്. ഇവിടെ v = 4 മൈനസ് 5 ഡിവൈഡഡ് ബൈ എച്ച് എന്താണ്? 2. ഇതെന്താ കിട്ടുക? -0.5. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. യൂസിങ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ ഫോർമുല ഫൈൻഡ് ദി വാല്യൂ ഓഫ് y when x = 28 ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. x 10 50 20 25 30, y 18 24 32 42 54. ഫസ്റ്റ് v കാണാം. v എങ്ങനെ കാണാം? v = x മൈനസ് xn. x എന്താണ് ഇവിടെ? എന്ത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? 28. അപ്പോൾ അതാണ് എക്സ്. 28 മൈനസ് എക്സ് എൻ എന്താണ്? ഇവിടെ ലാസ്റ്റ് വാല്യൂ എന്താണ്?
എക്സിന് 30 ഡിവൈഡഡ് ബൈ എച്ച് എന്താണ് ഇവിടെ, ഡിഫറൻസ് എന്താണ് ഇവിടെ 5. അപ്പോൾ എന്താ കിട്ടുക, -0.4. അതാണ് വി. ഡിഫറൻസ് ടേബിൾ നോക്കാം. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് തന്നു. സോ ഇത് താഴത്തുനിന്നാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 54 - 42 എന്താ കിട്ടിയേ, 12. അടുത്തത് 42 - 32 10. 32 - 24 8. 24 - 18 6. സോ അങ്ങനെയാണ് ഡെൽറ്റ വൈ കാണാം. ഈ ഡെൽറ്റ സ്ക്വയർ വൈ എങ്ങനെ കാണുക, 12 - 10 2, 10 - 8 2, 8 - 6 2. സോ അങ്ങനെയാണ് ഡെൽറ്റ സ്ക്വയർ വൈ കാണുക. ഇനി അടുത്തത് ഡെൽറ്റ ക്യൂബ് വൈ. അതെങ്ങനെ കാണാം, 2 × 0, ഈ 2 × 0. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ വാല്യൂസ് എടുത്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക. yn = 54, ഡെൽറ്റ yn - 1 = 12, ഡെൽറ്റ സ്ക്വയർ yn - 2 = 2, ഡെൽറ്റ ക്യൂബ് yn - 3 = 0. വി എന്താണ് കിട്ടിയത്, -0.4. അപ്പോൾ വൈ എന്താണ്, y = yn. yn എന്താ 54 പ്ലസ് വി എന്താണ് -0.4. ഡെൽറ്റ yn - n എന്താണ് 12. അപ്പോൾ മൾട്ടിപ്ലൈ 12 പ്ലസ് വി എന്താണ് -0.4. വി എൻ പ്ലസ് 1 എത്ര 0.6 ഡിവൈഡഡ് ബൈ 2. ഡെൽറ്റ സ്ക്വയർ yn - 2 എന്താ 2 പ്ലസ് ഡെൽറ്റ ക്യൂബ് yn - 3 എന്താ കിട്ടി 0 ആണല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ കിട്ടുക, 48.96. സോ വൈ എന്താണ് 48.96. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.